പാദങ്ങളിൽ വിനീതമായ പ്രണാമം. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ എന്താണൊരു അന്തരീക്ഷം. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഉത്സവം എന്നുള്ള വാക്ക് തന്നെ നിറഞ്ഞു കവിയുക എന്നാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അടയ്ക്കാമരം കൊണ്ടുവരുന്ന കാഴ്ച കാണുന്നത്. ഓരോ ആഴ്ചയിലും ഓരോ ക്ഷേത്രങ്ങളിലെത്താനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ 5-8 വർഷമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുക, സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക, ആ ക്ഷേത്രാന്തരീക്ഷങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുക, പഴയ ഓർമ്മകൾ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ ഈ അടയ്ക്കാമരം കൊണ്ടുവന്നു. സാധാരണ ഞങ്ങളുടെ അവിടേക്ക് അടയ്ക്കാമരത്തിൻ്റെ തലഭാഗം മുറിക്കില്ല കേട്ടോ, വലിയ അടയ്ക്കാമരമായിരിക്കും. ഒരു 50-75 പേരുണ്ടാവും. ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഒരു 17-18 വയസ്സിലൊക്കെ നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ ഈ അടയ്ക്കാമരത്തിൻ്റെ കടഭാഗം പിടിക്കാൻ, അത് തോളത്ത് താങ്ങാൻ ഭയങ്കര ഊർജ്ജസ്വലതയും ഒരു ഉന്മേഷവുമാണ്. ഈ ക്ഷേത്രസങ്കല്പത്തിലേക്ക് വരുവാണ്ടോ ഞാൻ അനുഭവങ്ങളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. കഥകളിലൂടെ ആകുമ്പോൾ ശ്രദ്ധ കിട്ടും. തത്വങ്ങൾ പറയുന്നതിനേക്കാൾ എപ്പോഴും സൗന്ദര്യവും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നതും കഥകളാണ്. അനുഭവമാകുമ്പോൾ അതിന് പ്രത്യേക ആകർഷണമായിരിക്കും. അപ്പോൾ ഈ അടയ്ക്കാമരം ചുമക്കാനായിട്ട് അപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായിട്ടുള്ള കാത്തിരിപ്പാണ്. 2-3 മാസം മുൻപേ തുടങ്ങും ഉത്സവത്തിന്. ഉത്സവം 7-8 ദിവസം ഷൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ സങ്കടമാണ് ഉത്സവം പിറ്റേന്ന്, അല്ലേ? ശരിയല്ലേ? ഈ അടയ്ക്കാമരവും പിന്നെ അന്നത്തെ പന്തലുകളൊക്കെ മറിച്ച് ഓലകളും ഉണ്ടാകും അന്നൊക്കെ ഈ ക്ഷേത്ര ഇതൊക്കെ പണിയാൻ. ശരിയല്ലേ? ഓല കൊണ്ടാണ്. ഓലമെടയുന്നത് ഞങ്ങളുടെ അവിടേക്ക് ഇപ്പോൾ ഓലയൊന്നും ഇല്ല, ഓലമെടയണവരും ഇല്ല. ആ ഓലയുടെ വഴുക കൊണ്ട് ഇങ്ങനെ കയറി ഓലപ്പന്തലുകളൊക്കെ ഇടുക. അത് തന്നെ നാട്ടുകാരൊക്കെ കൂടെ വലിയൊരു ശ്രമമാണ്. വലിയ നാട്ടുകാരുടെ വലിയൊരു സാമൂഹികമാകുന്ന സാംസ്കാരികമാകുന്ന വലിയൊരു കൂട്ടായ്മയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നതാണല്ലോ ഈ അനന്തമാകുന്ന ഈ പ്രപഞ്ചം പോലെ തന്നെയാണ്. അനന്തമാകുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതിരൂപമാണ് വാസ്തവത്തിൽ എന്താ ക്ഷേത്രം. അനന്തമാകുന്ന, അജ്ഞാതമാകുന്ന, അതിശയിപ്പിക്കുന്ന, അത്ഭുതകരമാകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ, ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതിരൂപമാണ് ക്ഷേത്രം. ഒരു സംശയവും വേണ്ട. ഈ കലിയുഗമൊക്കെ വരുമ്പോൾ നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ബുദ്ധിക്കൊന്നും വേണ്ടത്ര തെളിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ഷേത്രം എന്ന സങ്കല്പം കൊണ്ടുവന്നേ പറ്റൂ. അവിടേക്ക് വരാം. അപ്പോൾ ഈ അടയ്ക്കാമരം ചുമക്കാനായിട്ട് പോകുമ്പോൾ അന്ന് ഹരിയോ ഹരി, കൃഷ്ണക്ഷേത്ര ഹരിയോ ഹരി, ഹരിയോ ഹരി. അത് ഈ പാണി കൊട്ടിയ ഒരു ഇറങ്ങലുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്ന്. കൊടിമരം മുറിക്കാൻ പോകുന്നതിന് മുമ്പ് അകത്ത് മുളയിടൽ ചടങ്ങ്, പാണി കൊട്ടൽ, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ പാണി കൊട്ടുന്നത് ആ ഒരു വർഷം കാത്തിരുന്ന ഈ വിശിഷ്ടമാകുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന ശാസ്ത്രവിധി അനുസരിച്ചിട്ടാണ് ക്ഷേത്രവാദ്യങ്ങളുടെ ഉപയോഗം പോലും. ഇന്നിപ്പോൾ എത്ര പേര്, പിന്നെ ആരെയും വിമർശിക്കുകയല്ലോ കേട്ടോ, കേരളത്തിൽ എത്ര പേർക്ക് ക്ഷേത്രവാദ്യങ്ങൾ പോലും ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളത് വലിയൊരു വിചിത്രമാകുന്ന ഒരു കലിയുഗ സംഗതിയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പാണി കൊട്ടുന്ന നാദം കേട്ടാൽ പുറത്ത്, നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഗൂസ് ബംപ് എന്ന് പറയും ഇംഗ്ലീഷിൽ, രോമാഞ്ചം, പറഞ്ഞറിയിക്കാനാവാത്ത രോമാഞ്ചം. അകത്തുനിന്ന് ആ പാണി കൊട്ടിയൊരു നാദമുണ്ട്. ആ ചേങ്ങലയിൽ ആ വീഴുന്ന താളം കേട്ടാൽ മതി. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എന്താണ് ക്ഷേത്രം എന്നുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ അകത്തായിരുന്നു. കളിച്ചു വളർന്നത് ക്ഷേത്രത്തിലായിരുന്നു. കാരണം വീടിൻ്റെ തൊട്ട് ചേർന്നായിരുന്നു ക്ഷേത്രം. ഞാൻ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 3:30 മണി മുതൽ 4:15 വരെ നടക്കുന്നത് വിജനമാകുന്ന ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ വലിയ 2 കൂറ്റൻ ആൽമരങ്ങളുണ്ട്. ഇപ്പം ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ ഇലയങ്ങോട്ട് വന്നിട്ട് നിലം പറ്റി നമ്മൾ നടക്കുമ്പോൾ തലയിലൊക്കെ മുട്ടും ഇലകൾ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? കാണാറുണ്ടോ ആൽമരം? ഇങ്ങനെ നോക്കി നിൽക്കണം. ഒറ്റയ്ക്ക് വരണം, പകല് വരണം, പല സമയത്ത് വരണം. എന്നിട്ട് വന്നിട്ട് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഈ മുകളിലേക്കൊന്ന്, ഈ മരത്തിലേക്കൊന്ന് നോക്കണം. പ്രപഞ്ച വൃക്ഷം പോലെ നിൽക്കുന്ന ഈ ആൽമരത്തിലേക്ക് നോക്കിയാൽ മതി. വേദാന്ത തത്വങ്ങളൊക്കെ തനിയെ പതുക്കെ ഉള്ളിലേക്ക് പതുക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഇതിറങ്ങി വരാൻ വേറെ വഴിയൊന്നുമില്ല. അത് അകത്തിരിക്കുന്ന ആ ജഗദീശ്വരി ആദിപരാശക്തി ഒഴുക്കി തന്നാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്ക് ഇതെന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്ന്, എന്തിൽ ലയിക്കുന്നു. ഇപ്പം തന്നെ ഈ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിക്കോളൂ, എത്രയോ ആളുകൾ ജനിച്ചു, ജീവിച്ചു,
ആ അല്ലേ, തെക്കോട്ടെടുത്ത് പോയി. നമ്മൾ പറയും പണ്ട് തെക്കോട്ടെടുക്കരുത് വടക്കോട്ട് പോകണമെന്ന് പറയും പണ്ടുള്ളവർ, അല്ലേ? എന്നല്ലേ പറയാം, ശിവൻ തൻ്റെ പുരത്തിങ്കൽ അയക്ക വേണമെന്നാ പറയാം. വടക്കോട്ട് പോകണം, വടക്കെന്ന് ഹിമാലയമാണ്, വടക്കോട്ട് പോകണം എന്ന് പറയും. വടക്കോട്ടാണ് ജീവൻ പോകേണ്ടത് പറയും. തെക്കോട്ട് പോയാൽ പിന്നെയും വരേണ്ടി വരും എന്ന് പറയും. തെക്കാണ് സംയമനി, യമന്റെ പുരി. അപ്പോൾ അങ്ങനെ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഞാൻ 3:30 മുതൽ 4 വരെ പോയി നിന്നു. എന്തൊരു കാറ്റാണ് അറിയാലോ. ആൽമരത്തിന്റെ പ്രത്യേകത, ഓസോൺ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരമില്ല. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഓരോരോ എവിടെ നിന്നായിരിക്കും ഈ ക്ഷേത്രം തുടങ്ങിയിട്ടുണ്ടാവുക? പണ്ട് കാലത്ത് കുറച്ചു മുമ്പ് ഇവിടെ മയില് കൂകുന്ന ഒച്ച കേട്ടു ഞാൻ അവിടെ ഇരുന്നപ്പോൾ, അല്ലേ? എന്താ എൻ്റെ മനസ്സ് പെട്ടെന്ന് നാരായണീയത്തിലേക്കും ഭാഗവത്തിലേക്കും കൂടിപ്പോയി. അതില് ആ രാസക്രീഡ എന്ന് പറയുന്ന പഞ്ചദശാധ്യായില് ഈ മയിലിന്റെ കൂവലിനെയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അറിയോ ഭാഗവത്തിലും നാരായണീയത്തിലും പറഞ്ഞതിന്. പ്രകൃതിയെ ഇതുപോലെ, കാരണം എന്താ, പ്രകൃതി ഇതുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു കർത്തവ്യവും ഉത്തരവാദിത്വവും ഇതുപോലെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിനുണ്ടോ ലോകത്തില്? എല്ലായിടത്തും മഹത്തായ സംസ്കാരങ്ങളാണ്. എല്ലായിടത്തും മനുഷ്യത്വവും പ്രകൃതിക്കും അതിൻ്റെതായ വാല്യൂസ്. ഇന്നിപ്പോ കണ്ടില്ലേ, രാഷ്ട്രത്തലവന്മാരെ ചർച്ച ചെയ്യുന്നതൊക്കെ ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. നമ്മുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് മഹത്തുക്കൾ പറയുന്നത് ഒരു കുറച്ചു കാലം, അധികാലമൊന്നും വേണ്ടെന്നാ പറയുന്നത്. വെള്ളത്തിന് വേണ്ടി, ശുദ്ധജലത്തിന് വേണ്ടി ഇവിടെ വലിയ വലിയ, ഇപ്പൊ തന്നെ നോക്കൂ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഈ കാലഘട്ടത്തിൽ, അല്ലേ? ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് ഗ്യാസിന്റെ കാര്യം പറഞ്ഞു. എവിടെയോ ഒരു യുദ്ധം നടന്ന് ഒരൊറ്റ ദിവസം രാത്രി കൊണ്ട് ഡീക്യാപിറ്റേഷൻ എന്നാണ് പറയാം. ഇവിടെ ഒരു നേരത്തെ ഞാൻ കുസാറ്റിലെ സാറ് പറഞ്ഞല്ലോ, ഡീക്യാപിറ്റേഷൻ എന്താണെന്ന് അറിയാലോ? എന്താ ഡീക്യാപിറ്റേഷൻ? ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു രാഷ്ട്രത്തലവനെയും രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപന്മാരെയും എല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് പോലും ഒരു മടിയുമില്ല. അതിന്റെ ധർമ്മമോ അധർമ്മമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആരെയും കൊന്നെടുക്കാം ശക്തിയുള്ളവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരു കെട്ടിടം മൊത്തം ബോംബിട്ടങ്ങ് തകർക്കാം. 165-200 അടുത്ത കുട്ടികളാണ് ഒരു സ്കൂൾ കെട്ടിടത്തില്, ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, നിഷ്കരണം വധിക്കപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇവിടുന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖമാണോ? കേട്ടോ, എവിടെയെങ്കിലും ആൾക്കാർ മരിക്കുന്നു, വെട്ടിക്കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തിയാണോ, സുഖമാണോ കിട്ടുന്നത്? അതേസമയം ഇവിടെ വന്ന കസേരയിലിരുന്ന് അവിടെ നിന്നും ആ ഭഗവതിയുടെ ഓം ശിവായ നമ കേൾക്കുമ്പോഴോ മനസ്സ് സ്വാഭാവികമായിട്ട് ഒരു പ്രയത്നവും കൂടാതെ, ഞാനിങ്ങനെ ആ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അത് തന്നെ ചിന്തിച്ചോണ്ടിരുന്നത്, ആ ഭഗവതിയുടെ നാമം കേൾക്കുമ്പോൾ മനസ്സാ നാദത്തിലേക്ക് ലയിച്ചു പോവുക. ആ നാമം കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ ലയിച്ച് പോവുക. പിന്നെ ഒന്നും പറയാനൊന്നും തോന്നില്ല. എന്ത് പ്രഭാഷണത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. മനസ്സ് ലയിച്ചാൽ മനസ്സിന്റെ നിശ്ചലാവസ്ഥയിൽ പൂർണ്ണമാകുന്ന ശാന്തിയും ആനന്ദവും ഒരു മരച്ചോട്ടിൽ നിന്നാൽ കിട്ടും. നന്നായിട്ടൊന്ന് ശ്വാസം വലിച്ചു വിട്ടാൽ കിട്ടും. നല്ലൊരു പാട്ട് കേട്ടാൽ കിട്ടും. ഭഗവതിയുടെ നാമം കേൾക്കുന്നത് കേട്ടാൽ കിട്ടും. അകത്ത് പോയി നിശബ്ദമായിരുന്ന അകത്തുനിന്ന് ആ വിളക്കുകൾ കത്തിയിരിക്കുന്നത് നോക്കിയിരുന്നാൽ കിട്ടും. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടന്നാൽ പറഞ്ഞറിയിക്കാനാവാത്ത ശാന്തി. അത് അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സജ്ജനങ്ങൾ. സംശയമുണ്ടോ?